പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2020 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാന്, ദൈവത്തെ ആരാധിക്കുവാന് പല ഭവനങ്ങളിലിരുന്നു കൊണ്ട്, പല സ്ഥലങ്ങളിലിരുന്നു കൊണ്ട്, പല രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ചേർന്ന് ആരാധിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇലഞ്ഞിമേൽ പ്രാർത്ഥനാലയത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇതിൻ്റെ ഫേസ്ബുക്ക് പേജ്, ഇതിൻ്റെ അക്കൗണ്ട്, ഇതിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുവാൻ കർത്തനാമത്തിൽ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ ഈ ശുശ്രൂഷകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും സൗഖ്യത്തിനും ഇത് കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് അല്പസമയം ഈ ശുശ്രൂഷയിൽ ആയിരിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ ഒന്ന് വണങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി അല്പസമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, അവിടുത്തെ വചനങ്ങൾ കേൾക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, നാം ആയിരിക്കുന്നിടത്ത് നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുവാൻ നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഈ സന്ധ്യയിൽ ഞങ്ങൾക്കൊരുമിച്ച് പല സ്ഥലങ്ങളിലിരുന്നു കൊണ്ട്, പല ഭവനങ്ങളിലിരുന്നു കൊണ്ട്, പല രാജ്യങ്ങളിലിരുന്നു കൊണ്ട് അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ കരുതലിനായി, കരുണയ്ക്കായി, സ്നേഹത്തിനായി, അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അനേകർക്ക് ലഭിക്കാതെ പോയ ഈ ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷ ലൈവായി നിന്റെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷ വലിയ അനുഗ്രഹമായി തീരുവാൻ, കേൾക്കുന്ന വചനങ്ങൾ, ചേർന്ന് പാടുന്ന ഗാനങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തിനും വിടുതലിനും സൗഖ്യത്തിനും സമാധാനത്തിനും കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവേ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ ശുശ്രൂഷകളുടെയും മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തിയെ കർത്താവെ അവിടുന്ന് അയക്കണമേ. ഇന്ന് നിന്റെ ശുശ്രൂഷകർ നിന്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ അവിടെ അധരങ്ങളിലൂടെ നീ അവിടുന്ന് സംസാരിക്കണമേ. എല്ലാത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുവാൻ കർത്താവെ അവിടുന്ന് നീ സഹായിക്കണമേ. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പാടി ആരാധിക്കുമ്പോൾ അപ്പാ അങ്ങയുടെ മഹാസാന്നിധ്യം
ഞങ്ങളായിരിക്കുന്ന ഇടത്ത് ഞങ്ങളുടെ ഭവനങ്ങളിൽ വെളിപ്പെടുവാൻ അവിടെ നീ സഹായിക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന പുന്നതമ്പുരാനെ കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ ഈ തിരുരക്തത്താൽ ഞങ്ങളെ മറച്ചു പിടിക്കുന്നതിനായി സ്തോത്രം. സാന്നിധ്യവും മഹത്വം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. സകലതും സർവ്വതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കൊരുങ്ങാം. ദൈവം തമ്പുരാൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തിരുവചനം പറയുന്നത് പോലെ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. പരസ്പരം നമുക്ക് സന്തോഷത്തോടെ കരങ്ങൾ കൊടുത്ത് ചേർത്ത് പിടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമുക്ക് ആരാധിക്കാം. നമുക്കറിയാവുന്ന ചില ഗാനങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് പാടിക്കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ടുള്ള ഒരു ഗാനം നമുക്ക് ആദ്യമേ ചേർന്ന് പാടാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ എന്ന ഗാനം നമുക്ക് ഒന്ന് ചേർന്ന് പാടാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. നാളിൽ മാളിക മുറികടമയിൽ ഇറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിനാവിന്റെ രൂപത്തിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും പറന്നിറങ്ങുവാൻ, ശക്തിയായി ഇറങ്ങുവാൻ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തുനാളിലായ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പെന്തക്കോസ്തുനാളിലായ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടും കാറ്റുപോലെ വീശി എന്നിൽ വാ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടും കാറ്റുപോൽ വീശി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കഴുകനെ പോലെ ചിറകിട്ട് ചേരാൻ
തളർന്നു പോകാതെ ബലം ധരിക്കുവാൻ കാത്തിരിക്കുന്നു പൊന്നുതമ്പുരാനെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കാത്തിരിക്കും നീതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കാത്തിരിക്കും നീതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഏലി അവന്റെ യാഗചിന്തയിൽ ഇറങ്ങിയ അഗ്നിയെ, ഉൾപ്പെടത്തിൽ മോശ കണ്ട അഗ്നിയെ അവിടുന്ന് ഞങ്ങളുടെ മേൽ ഇറങ്ങണമേ. നമുക്ക് പ്രാർത്ഥിക്കാം ചേർന്ന്. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയ തീയേ, മുൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങിയ തീയേ. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയ തീയേ, മുൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങിയ തീയേ. ദേഹരൂപത്തിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവു പോൽ പറന്നിറങ്ങി വാ. ദേഹരൂപത്തിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവു പോൽ പറന്നിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, 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 മഴ പോലെ പെയ്തിറങ്ങി വാ. Praise the Lord. ദിവസന്നതയിൽ നമ്മുടെ മേലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ശക്തി അവിടുന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നിമിഷം കൂടിയാണ് ഈ ശുശ്രൂഷ സമയത്ത്. നമ്മോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാ ഇടങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. അവരെയൊക്കെ ദൈവസന്നിധിയിൽ ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡ് എന്ന, കൊറോണ എന്ന മഹാവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, മറ്റു ദുരന്തങ്ങളൊക്കെ നമ്മുടെ ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ എല്ലാ ദൈവമക്കളെയും ദൈവസന്നദ്ധിയിൽ ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
ഒരു ദൈവവേദലായ നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്. ഏത് പ്രയാസങ്ങളിലും, ഏത് വേദനകളിലും, ഏത് പ്രതികൂലങ്ങളിലും നീ അത് മറക്കരുത്. നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ദൈവം തമ്പുരാൻ നിറവേറ്റും. ആ വാഗ്ദത്തം നിന്റെ മേലുള്ളത് കൊണ്ട് നീ പട്ടുപോകുവാൻ, നീ തകർന്നു പോകുവാൻ ഒരിക്കലും ദൈവം ഇടവരുത്തുകയില്ല. നമ്മളെക്കാൾ ശക്തന്മാരായ, സമ്പന്നന്മാരായ അനേകം മക്കൾ നമ്മുടെ ചുറ്റിൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് കടന്നു പോകുന്നുണ്ട്, പട്ടുപോകുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട്. എന്നാൽ ദൈവം അത്ഭുതകരമായി നമ്മെ നടത്തുന്നുവെങ്കിൽ അത് നിന്റെ മേലുള്ള വാഗ്ദത്തത്തിൻ്റെ ഉറപ്പാണ്. ദൈവവേദലായി നീ അത് വിശ്വസിക്കണം. ഒരിക്കലും ഇതിനെ തട്ടിമാറ്റാൻ ആർക്കും കഴിയില്ല, ഇതിനെ മാറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മേൽ ഈ വാഗ്ദത്തം നിറവേറ്റപ്പെടും. ദൈവം തമ്പുരാൻ അത് ചെയ്യും. നമുക്ക് ഒരു ഗാനം കൂടെ ഒന്ന് ചേർന്ന് പാടാം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ എന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. നിന്നെ തകർപ്പാൻ ശത്രുവിന്റെ എത്ര കരങ്ങൾ നിന്റെ മേൽ ഉയർന്നു വന്നാലും, നിന്റെ ഉറ്റവര് ശത്രുക്കളായി മാറിയാലും ഒരിക്കലും നീ തളർന്നു പോകില്ല, ഒരിക്കലും നീ പതറില്ല. കാരണം യേശു കൊണ്ട് നിനക്ക് വാഗ്ദത്തം ചെയ്ത ഒരുവനുണ്ട്. അവൻ ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. നീ വിശ്വസിക്കുക. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. പ്രതികൂലങ്ങളുടെ 1000 കാറ്റുകൾ നിന്റെ മേൽ ആഞ്ഞടിക്കട്ടെ. നീ അവിടെ കലങ്ങരുത്.
നീ അവിടെ പതറരുത്, നീ അവിടെ കുലുങ്ങരുത്, നീ വീഴില്ല. കർത്താവാണ് നിന്റെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നത്. അവൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യത്തോടെ നീ നിൽക്കാം. വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ നിറവേറ്റപ്പെടും. പ്രതികൂല കാറ്റിന്മേലടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും. പ്രതികൂല കാറ്റിന്മേലടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും. ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. ഇല്ല ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല ഇല്ല, ഞാൻ വീഴുകയില്ല. ആമേനില്ല ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഓ ഇല്ല ഇല്ല, ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്. എന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. അവനില്ല ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറില്ല. സഹോദരങ്ങളെ, അവൻ വാക്കുമാറാത്ത ദൈവമാണ്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. നീ ആയിരിക്കുന്ന ഇടത്ത് നിന്റെ ഭവനത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ, നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ അവൻ ശക്തനായ ദൈവമാണ്. നീ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിന്റെ മേൽ ആ ഒരു ശക്തി, ആ ഒരു സൗഖ്യം നിന്റെ മേൽ കടന്നു വരട്ടെ. നിന്റെ കുടുംബത്തിന്റെ മേലുള്ള വാഗ്ദത്തം, നിന്റെ കുടുംബ ജീവിതത്തിന് മേലുള്ള വാഗ്ദത്തം, നിന്റെ മക്കളുടെ മേലുള്ള വാഗ്ദത്തം, നിന്റെ ജീവിത പങ്കാളിയുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ ഇപ്പോൾ ഈ നിമിഷം നിറവേറ്റപ്പെടട്ടെ. ദൈവനമ്പരാന്റെ കരം നിന്റെ കുടുംബത്തിന്റെ മേല, നീ ആയിരിക്കുന്ന ഈ ഇടത്ത് ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങട്ടെ. നീ പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാം കാണ, നീ ഇത് കേൾക്ക, പ്രാർത്ഥനയോടെ കേൾക്ക. നിന്നിൽ ഒരു അത്ഭുതം എൻ്റെ യേശു ചെയ്യും. അത് തീർച്ചയാണ്. അതിന് മാറ്റമില്ല മക്കളെ. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നിന്റെ ഭവനത്തിലുണ്ട്. നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം നിന്റെ ഭവനത്തിലുണ്ട്. ഈ സന്ധിയിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന നിന്നെ അനുഗ്രഹിക്കുവാൻ ഒരു ദൈവം നിന്റെ ഭവനത്തിലുണ്ട്. നീ അത് തിരിച്ചറിയാം. ആമേൻ. Thank you, Jesus. Hallelujah. Praise the Lord. ഹോസിയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്. ഞാൻ അവളെ വശീകരിച്ച് വിജനമായ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോകും. ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടങ്ങൾ തിരിച്ചു നൽകും. ആഘോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കി മാറ്റും. അവളുടെ യുവത്വത്തിലെന്ന പോലെ ഈജിപ്തിൽ നിന്ന്
അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. ഇത് എന്നെ കേൾക്കുന്ന, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവേദലേ, നിനക്കുള്ള ഒരു വചനമാണിത്, നിനക്കുള്ള ഒരു ദൂതാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-15 തിരുവചനങ്ങളാണ്. ജീവന്റെ പുസ്തകം എടുത്ത് നീ വായിച്ചു നോക്കാം. നിന്നോട് ദൈവം സംസാരിക്കുന്ന വചനമാണ്, നിനക്കുള്ള ദൂതാണ് ഈ വചനം. ദൈവം പറഞ്ഞത് ഇതാണ്: ഞാൻ നിന്നോട് സംസാരിക്കും. ഈ രാത്രി നിന്നോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രി നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കിടക്കയുടെ അടുത്തേക്ക് കയറി വരുവാൻ, നിന്റെ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുവാൻ, നിന്റെ അടുത്ത് നിന്ന്, നിന്നോട് ചേർന്ന് നിന്ന്, നിന്റെ ഉള്ളത്തോട് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട്. നീ അത് തിരിച്ചറിയണം. ഈ വചനം നിനക്കുള്ള വചനമാണ്. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത്, ഇവിടെ വചനം പറയുന്നത്, വിജനമായ ഒരു പ്രദേശത്തേക്ക് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി അവളോട് സംസാരിക്കുമെന്നാണ്. ഒരു ദൈവവേദലേ, നിന്നോട് ദൈവം ഈ സമയത്ത് ഇടപെടുന്നുണ്ട്. നിന്നോട് ദൈവം സംസാരിക്കുന്നുണ്ട്. നീ എവിടെയായിരുന്നാലും. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ, തൻ്റെ സുവിശേഷ ഭാഗങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. മറ്റുള്ളവരെല്ലാം അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ, യോഹന്നാൻ അടയാളങ്ങളെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, അവിടെ യേശു തമ്പുരാൻ ചെയ്ത പ്രവൃത്തികളിൽ അവിടെ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയത്തിൻ്റെ മേലും ദൂരത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ഈശോ എന്ന് പറഞ്ഞാൽ, നീ ഇപ്പോൾ ഇറ്റലിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നീ ഷാർജയിലായിരുന്നു, ദുബൈയിലായിരുന്നു കൊണ്ട്, നീ US-ലായിരുന്നു കൊണ്ട്, അയർലൻഡിലായിരുന്നു കൊണ്ട്, കാനഡയിലായിരുന്നു കൊണ്ട്, നീ ശുശ്രൂഷ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. സമയത്തിൻ്റെ മേലും ദൂരത്തിൻ്റെ മേലും എണ്ണത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ഈശോ എന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കളെ, ഇത് നിനക്കുള്ള ഒരു ദൂതാണ്. നിന്റെ ഉള്ളത്തോട് നീ ഇപ്പം എന്തിനെ ഓർത്ത് ഭാരപ്പെടുന്നോ, എന്തിനെ ഓർത്ത് ആകുലപ്പെടുന്നോ, എന്തിനെ ഓർത്ത് പ്രയാസപ്പെടുന്നോ, അവിടെ നിന്റെ ഉള്ളത്തോട് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും നിന്നോട് ഇടപെടാൻ കഴിയുന്നൊരു ദൈവം. അബ്രഹാമിനോട് സംസാരിച്ച ദൈവം. വചനം അങ്ങനെയല്ലേ പറയുന്നത്? മോശയോട്, നോഹയോട്, നമ്മുടെ പിതാക്കന്മാരോടൊക്കെ ഇടപെട്ട ഒരു ദൈവം, സംസാരിച്ച ഒരു ദൈവം നിന്നോടും സംസാരിക്കും. അതിന് മാറ്റമില്ല. നീ വിശ്വസിക്കണം. അങ്ങനെ ഒരു ദൈവമുണ്ട്. ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെ ഒന്ന് നോക്കിക്കേ. വചനം പറയുന്നത് പോലെ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇത് ദുഷ്കാലമാണ്. അതുകൊണ്ട് സമയം തക്കത്തിൽ നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളണം. ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടത്തെ നിങ്ങൾ ഇന്നതെന്ന് തിരിച്ചറിയണം, ഗ്രഹിച്ചു കൊള്ളണം. ഇത് പൗലോസ് പറയുന്നതാണ്. നമ്മുടെ ചുറ്റിനും നോക്ക്, എന്തെല്ലാം പ്രശ്നങ്ങളാ, പ്രതികൂലങ്ങളാ, പ്രതിസന്ധികളാ. ഇതിൻ്റെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഇതിൻ്റെ നടുവിൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്നൊരു ദൈവമുണ്ട്. അവിടെ വചനം പറയുന്നത്, നിനക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടങ്ങൾ ഞാൻ തിരിച്ചു നൽകുമെന്നാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറയുക. ഇത് നിനക്കുള്ള ദൂതാ. നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്? നിന്റെ കുടുംബത്തിൽ സമാധാനമില്ല എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോട്ടമാണ്. നിനക്ക് ഉയർച്ചയില്ല എങ്കിൽ, ഉയർച്ചയ്ക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോട്ടമാണ്. നിനക്ക് സൗഖ്യമില്ല എങ്കിൽ, നിനക്കൊരു ഭവനമില്ല എങ്കിൽ, നിനക്കൊരു ജോലിയില്ല എങ്കിൽ, നിനക്കൊരു കുഞ്ഞില്ല എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോട്ടമാണ്. ദൈവം പറഞ്ഞു, ഇത് നിനക്ക് ഞാൻ തിരിച്ചു തരും. അതാണ് നമ്മൾ പാടിയത്, വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ. നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. നഷ്ടപ്പെട്ടു പോയതെല്ലാം നിനക്ക് ഞാൻ തിരിച്ചു തരുമെന്നുള്ള ഒരു വാഗ്ദത്തം നിന്റെ മേൽ കിടപ്പുണ്ട്. ദൈവവേദലേ, നീ അത് വിശ്വസിക്കുക. ഒന്ന് ആമീൻ പറ.
നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒരു ആമീൻ പറ. ദൈവസന്നദ്ധയില ദൈവത്തിൻ്റെ വചനം അതാണ് പറയുക. സമയം, ദൈവത്തിൻ്റെ സമയം അതാകുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിനക്ക് തിരിച്ചു തരും. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ വീട്ടിലെ വെട്ടുക്കിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകളെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തിയടയും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. നിന്റെ തലയിലെ ഒരു മുടിനാരിട കൊഴിഞ്ഞു പോയാൽ അത് ദൈവം തമ്പുരാൻ അറിയുന്നുണ്ട്. ഇന്ന് നീ എന്തിനെ ഓർത്ത് ഭാരപ്പെടുന്നോ? എന്തെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതെല്ലാം പൊന്നു തമ്പുരാൻ അറിഞ്ഞാണോ? വചനം പറയുന്നത് ഇതെല്ലാം നിനക്ക് ഞാൻ തിരിച്ചു തരും. എസെക്കിയേലിന്റെ പുസ്തകം 36-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 33 മുതൽ തിരുവചനങ്ങൾ പറയുന്നുണ്ട്. ഒരു കാലത്ത് നശിച്ചു കിട്ടുന്ന ഒരു സ്ഥലത്തെ നോക്കി ദൈവം ഇപ്രകാരം പറഞ്ഞു. ദൈവം അരുളി ചെയ്തു, ദുഷ്കൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങളിൽ ജനം വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതിനും ഞാൻ ഇടയാക്കും. വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്ന വിജനപ്രദേശത്ത് ഞാൻ കൃഷി ഇറക്കും. അപ്പോൾ അവർ പറയും, ശൂന്യമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏദൻ തോട്ടം പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഏദൻ തോട്ടം പോലെ നിന്നെ ആക്കി തീർക്കുന്ന സമയമുണ്ട്. ആദിമ സൃഷ്ടിയായ ആദത്തെ ദൈവം ഉണ്ടാക്കി ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചത്. എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് അവനെ ഒരു സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു വലിയ തോട്ടത്തിൻ്റെ നടുവിലാക്കിയതുപോലെ ദൈവം നിന്നെ ആക്കി തീർക്കുന്ന സമയമുണ്ട്. ഈ കൊറോണ കാലത്ത് നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. മക്കളെ, നീ അതോർത്ത് ഭാരപ്പെടരുത്, നീ അതോർത്ത് വേദനിക്കരുത്. ഇത് നിനക്ക് നല്ലതിനു വേണ്ടിയാ, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാ. ഏദൻ തോട്ടം പോലെ നിന്നെ ആക്കി തീർക്കുന്ന ഒരു സമയമുണ്ട്. നീ അതിനു വേണ്ടി കാത്തിരിക്കണം. കുറുക്കു വഴികൾ തേടരുത്, കുറുക്കു വഴി തേടി പോകരുത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. വിതയ്ക്കാന്, കൊയ്യാന്, വിളവെടുക്കാന് എല്ലാത്തിനും ഓരോ സമയമുണ്ട് എന്ന് വചനം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ കാത്തിരിക്കുക, ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുക. ഈ വ്യാധിയിൽ നിന്നൊക്കെ നമ്മുടെ ദേശങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവനെ ദൈവം തമ്പുരാൻ രക്ഷിക്കുന്നതിനാണ്, സംരക്ഷിക്കുന്നതിനാണ്. ദൈവസന്നദ്ധ നീ പ്രാർത്ഥിക്കുക, കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഈ നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം 10 മടങ്ങ് ദൈവം നിനക്ക് തരും. ഏദൻ തോട്ടം പോലെ ദൈവം നിന്നെ ആക്കി തീർക്കും. വചനം പറയുന്നു, അതിന് നീ ഒരിക്കലും കുറുക്കു വഴി തേടരുത്. ജീവന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നീ കാത്തിരിക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ രാത്രികാലം നിന്റെ ഉള്ളത്തോട് സംസാരിക്കുന്ന ഒരു ദൈവം നിന്റെ ഭവനത്തിലുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നിന്റെ ഭവനത്തിലുണ്ട്. നിനക്ക് സൗഖ്യം തരുന്ന ഒരു ദൈവം നിന്റെ ഭവനത്തിലുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്ന ഒരു ദൈവം നിന്റെ ഭവനത്തിലുണ്ട്. എല്ലാവരും പ്രതിസന്ധികളിലൂടെയാ കടന്നു പോകുന്നത്. ഞങ്ങളൊക്കെ, ഞാനുൾപ്പെടെ, എൻ്റെ കുടുംബമായിരിക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയ ജോബ്, കൂടെയായിരിക്കുന്ന 2 സഹോദരങ്ങൾ ബിനോയ്, ബിനോജ്, ഞങ്ങൾക്കെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തടസ്സപ്പെട്ട് പ്രതിസന്ധികളുടെ നടുവിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത്. എന്തു ചെയ്യണമെന്നുള്ള ആകുലതകൾ ഞങ്ങൾക്കുണ്ട്, എന്തായി തീരുമെന്നുള്ള ആകുലതകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത് തന്നെ ബിനോജിൻ്റെയും ബിനോയുടെയും സ്റ്റുഡിയോയിലാണ്. അവർക്ക് ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. ലോണുണ്ട്, കടബാധ്യതകളുണ്ട്, സൗണ്ട് സിസ്റ്റം വർക്കുകൾ ഒന്നും നടക്കുന്നില്ല. എല്ലാം പ്രതിസന്ധികളില്ല, പ്രതികൂലങ്ങൾ ഒരുപാടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ഇതിൻ്റെ നടുവിൽ ഞങ്ങൾ പതറില്ല, ഞങ്ങൾ തളർന്നു പോകില്ല. കാരണം യേശു ജീവിക്കുന്ന ദൈവമാണ്. അവൻ്റെ വാഗ്ദത്തം ഞങ്ങളുടെ മേൽ നിറവേറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്.
ഇന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ 10 മടങ്ങ് വരും നാളുകൾ ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഏദൻ തോട്ടം പോലെ ആയിത്തീരും, ദൈവമാക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മക്കളെ, നമുക്കെല്ലാവർക്കും അത് വേണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടൊന്നൊരുങ്ങാം. നീ ആയിരിക്കുന്നിടത്ത് നിന്റെ കണ്ണുകളൊന്നടയ്ക്ക. കാൽവരിയിലേക്ക് നമുക്കൊന്ന് നോക്കാം, ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. മക്കളെ, പാപത്തെ സ്നേഹിക്കാൻ നീ പോകല്ലേ, ലോകത്തെ സ്നേഹിക്കാൻ നീ പോകല്ലേ, ലോക ഇമ്പങ്ങളെ സ്നേഹിക്കാൻ നീ പോകല്ലേ. ക്രൂശിലേക്ക് മാത്രം നോക്ക. നിന്റെ നോട്ടം ക്രൂശിലാണ്. ക്രൂശിൽ കിടക്കുന്നവന്റെ മുഖത്താണ് നിന്റെ നോട്ടം. കാൽവരിയിലേക്ക് നീ ഒന്ന് നോക്ക. അവിടെ നിനക്കെല്ലാമുണ്ട്, അവിടെ നിനക്കെല്ലാമുണ്ട്, അവിടെ നിനക്കെല്ലാമുണ്ട്. നീ വിശ്വസിക്ക സഹോദര, സഹോദരി, ദൈവപൈതലെ, നീ വിശ്വസിക്ക. എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ വിശ്വസിക്ക. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു അത്ഭുതം ഉണ്ട്. നീ നിന്റെ കണ്ണുകളിലടയ്ക്കൊരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ടൊന്നൊരുങ്ങ. ക്രൂശിലേക്കൊന്ന് നോക്കാം. സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, നീ നിന്റെ അധരം കൊണ്ട് പറ, ഇത്രമാം സ്നേഹത്തെ, സ്നേഹത്തെ എത്ര നാൾ ഞാൻ തള്ളി, എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ, ഈ മഹാപാപത്തെ. ദൈവമേ ഓർക്കല്ലേ, ഓർക്കല്ലേ, ഒരിക്കലും നീ കണക്ക് ചോദിക്കല്ലേ, ഈ കണക്കിടല്ലേ പൊന്നുതമ്പുരാനെ. പാപത്തെ. ദൈവമേ നീ ഓർക്കല്ലേ, പാപത്തിൻ ഓളങ്ങൾ സാധുവേ തള്ളുമ്പോൾ, പാപത്തിൻ ഓളങ്ങൾ സാധുവേ തള്ളുമ്പോൾ, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. നീ ഒന്ന് ഓർക്ക ക്രൂശിലെ സ്നേഹത്തെ. ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി കാണുന്ന യാഗമായി തീർന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. നോക്ക് പൈതലേ, ആ ക്രൂശിലേക്ക് നീ ഒന്ന് നോക്ക. ആ കരം നിന്റെ മേലൊന്ന് കടന്നു വരട്ടെ. യാഗമായി തീർന്നവന്റെ കരം, നിനക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ടവന്റെ കരം, ഓ നിനക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ കരം, നിന്റെ ഭവനത്തിന്റെ മേൽ, നിന്റെ മേൽ ഒന്ന് കടന്നു വരട്ടെ. ഈ മഹാവ്യാധിയിൽ നിന്ന് ഓ നിനക്ക് സംരക്ഷണം നൽകുക യേശുവിന്റെ കരമൊന്ന് കടന്നു വരട്ടെ. ആ കരം നിന്നെ ഒന്ന് പിടിക്കട്ടെ, ആ കരം നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കട്ടെ. അമ്മ തന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ആ കരം നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കട്ടെ. ദൈവവേദനയെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ ആ കരം നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കട്ടെ. പാപത്തെ
സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? കർത്താവേ, നീ ഒരു തീരുമാനമെടുക്കുക. സ്നേഹിപ്പാൻ നീ ഒരു തീരുമാനമെടുക്കുക. ഞാനിനി പോകും. ഒരു തീരുമാനത്തിലേക്ക് നീ കടന്നു വാ. ദൈവത്തിന്റെ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ക്രൂശിന്മേ കാണുന്ന ക്രൂശിന്മേ ക്രൂശിൽ കാണുന്ന കർത്താവിനെയാ കാണുന്ന എന്റെ പ്രാണനാഥൻ ഈ വേദനകളെല്ലാം സഹിച്ചത് എനിക്ക് വേണ്ടിയാകും. ഈ അടി മുഴുവൻ ഏറ്റുവാങ്ങിയത് എനിക്ക് വേണ്ടിയാ. ഈ കുരിശ് ചുമന്നത് എനിക്ക് വേണ്ടിയാ. ഈ മൂന്നാണികളിൽ കിടന്നത് എനിക്ക് വേണ്ടിയാ. അവസാനത്തുള്ള രക്തം വരെയും വീഴ്ത്തിയത് എനിക്ക് വേണ്ടിയാ. വിശ്വസിക്കുന്ന കർത്താവേ ഞാനാ, വിശ്വസിക്കുന്ന കർത്താവേ ഞാനാ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് കൊടുക്കുക. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. സങ്കീർത്തകൻ പറയുന്നത്, നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവൻ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ സകല ചിന്തകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. ഇത് വചനം പറയുന്നതാണ്. നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ, നിന്നെ കരുതുന്ന ഒരു ദൈവം, അതാണ് ഈശോ. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. തൻ്റെ മുൻപിലിരുന്ന 5000 പുരുഷന്മാർക്കും അതിലേറെ സ്ത്രീകൾക്കും അതിലേറെ കുട്ടികൾക്കും 5 അപ്പത്തെ കരുതി വെച്ച ദൈവം, അതിനെ മുറിച്ചു കൊടുത്ത ദൈവം, നിന്നെ കരുതുന്ന ദൈവമാണ്. ഏലിയാവിനെ പോറ്റിയതുപോലെ നിന്നെ പോറ്റുന്ന ദൈവം. ഗുഹയ്ക്കുള്ളിലായിരുന്ന ഏലിയാവിന് കാക്കയുടെ ചുണ്ടിൽ അപ്പം കൊടുത്തു വിട്ട് കരുതിയ ദൈവം നിന്നെയും കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് മക്കളെ, നിന്റെ ഭാരം കർത്താവിനെ ഭാരമേൽപ്പിക്കുക. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ദൈവസന്നദ്ധയിൽ നമുക്ക് ഈ ഇരടികളൊന്ന് ചേർന്ന് പാടാം. ഭാരമുള്ളിൽ നേരിടും. നമുക്ക് ചേർന്ന് പാടാം. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോടിടും തന്മാർവിലെന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവം. സാരമില്ലെന്നോടിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ
യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നല്ലവൻ, എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. 2020 വർഷങ്ങൾക്ക് മുമ്പ് അവൻ അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണെങ്കിൽ ഇന്നും അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനായ ദൈവമാണ്. അന്ന് സൗഖ്യം കൊടുത്തെങ്കിൽ ഇന്നും അവൻ സൗഖ്യം കൊടുക്കാൻ ശക്തനായ ദൈവമാണ്. അന്ന് വിടുതലുകളെ നൽകി ഇന്ന് വിടുതലുകളെ നൽകാൻ അവൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പറയുക, അവന് മാറ്റമില്ല. അവൻ ഇന്നലെയും ഇന്നും ഒരേ ആൾ തന്നെ, ഒരുവൻ തന്നെ. അതാണ് നമ്മുടെ ദൈവം, അതാണ് നമ്മുടെ കർത്താവ്. നമുക്ക് പ്രാർത്ഥിക്കാം. രാവിലും പകലിലും ചേലൊടു തൻ പാലനം, രാവിലും പകലിലും ചേലൊടു തൻ പാലനം. ഭൂയിലെനിക്കുള്ള ദീന മാലിനില്ല കാരണം, ഭൂയിലെനിക്കുള്ള ദീന മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നല്ലവൻ. ഓ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അവൻ ഒരുവൻ തന്നെയാ. അതുകൊണ്ട് മക്കളെ, ഈ നിമിഷം വരെ നമ്മെ നടത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ ദൈവം, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവം, ഒരു നാളും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ദൈവം, അതാണ് എൻ്റെ യേശു. അവനാണ് ഇന്നും എന്നെ നടത്തുന്നത്. അവനാണ് ഇന്നും എന്നെ കരുതുന്നത്. അവനാണ് എൻ്റെ ദൈവം. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും എൻ്റെ കൂടെ ചേർന്ന് എന്നെ നടത്തുന്ന ദൈവം, അതാണ് എൻ്റെ ദൈവം. നമുക്കവൻ്റെ സന്നദ്ധയിൽ നന്ദിയോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നയോളം എന്നെ നടത്തിയെന്ന ഗാനത്തിൻ്റെ ഇരടികൾ നമുക്കൊന്ന് ചേർന്ന് പാടി ദൈവസന്നദ്ധയിൽ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. നീ ആയിരിക്കുന്നിടത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുക. നീ എവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളെ കാണുന്നുവോ, എന്നെ കേൾക്കുന്നുവോ, അവിടെ ആയിരുന്നു കൊണ്ട് നീ പ്രാർത്ഥിക്കുക. ദൈവത്തിന് നന്ദി പറ. ഈ പ്രതികൂലങ്ങളുടെ നടുവിലെല്ലാം നിന്നെ നടത്തുന്ന ദൈവത്തെ ഒന്ന് നന്ദിയോടെ ഒന്ന് സ്തുതിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക. ആമേൻ. ഒരു നാളും കൈവിടില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല. ഒരു നാളും ഉപേക്ഷിക്കില്ല. ഇത് കർത്താവിന്റെ വാക്കാണ്. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല.
എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ആരെല്ലാം നിന്നെ മറന്നാലും മറക്കാത്ത ദൈവം, ആരെല്ലാം നിന്നെ കൈവിട്ടാലും നിന്നെ കൈവിടാത്ത ദൈവം, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവം, അതാണ് ഈശോ. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറന്ന് എല്ലാം സമൃദ്ധമായി നൽകുന്ന ദൈവം, അതാണ് നമ്മുടെ ദൈവം. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ ജീവന്റെ വചനം പറയുന്നുണ്ട്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഞാൻ നിങ്ങൾക്ക് സമൃദ്ധമായി വേണ്ടതെല്ലാം തരും. ഇത് വചനം പറയുന്നതാ. ദൈവം ചോദിച്ചതാണ്, നിങ്ങൾ എൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വന്ന് പരീക്ഷിച്ചു നോക്ക്, ആകാശത്തിന്റെ കിളിവാതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കും, സമൃദ്ധമായി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരുമെന്ന് ദൈവം പറഞ്ഞു. ഇത് വചനത്തിലുണ്ട്. നീ ആ ദൈവസന്നതിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കും. നിന്റെ ആവശ്യങ്ങളൊക്കെ അവന്റെ മുൻപിൽ പറ, നിന്റെ ഭാരം അവന്റെ മുൻപിൽ ഇറക്കി വെക്ക. ഇന്ന് നിന്റെ മേൽ ഒരു വിടുതലുണ്ടാകട്ടെ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയാൽ നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി എല്ലാം സമൃദ്ധിയാൽ നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും അവൻ സകലത്തിനും മതിയായ ദൈവമാണ്. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ദൈവസമ്മതിയില് നന്ദിയോടെ നമുക്കൊരു ഗാനം കൂടി പാടാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നന്മയല്ലാതെ ഇന്ന് വരെ നീ ഒന്നും എനിക്ക് ചെയ്തിട്ടില്ല. ദോഷമായതൊന്നും എൻ്റെ ജീവിതത്തിൽ നീ തന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തന്നിട്ടുണ്ടോ അത് നന്മ മാത്രമാണ് എനിക്ക്. പലപ്പോഴും ഞാൻ ആ നന്മയെ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. നീ ചെയ്ത നന്മകൾ പലപ്പോഴും തിന്മയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതറിയാതെ പലപ്പോഴും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, നിനക്കെതിരെ പെറുപെറുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പൊന്നു തമ്പുരാനെ, അതെല്ലാം നീ ക്ഷമിക്കണമേ, അതെല്ലാം നീ പൊറുക്കണമേ. നന്മ മാത്രമേ നീ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുള്ളൂ. ഇന്നുള്ളതെല്ലാം നന്മയാണ്. ഞാൻ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, മനസ്സിലാക്കുന്നതെല്ലാം നന്മയാണ് കർത്താവേ. നിന്നെ അറിഞ്ഞ നിമിഷം മുതൽ നീ എനിക്ക് തരുന്നതെല്ലാം നന്മയാ. അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പൊന്നു തമ്പുരാനെ, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി എനിക്ക്. എൻ്റെ ജീവൻ നീയാണ്, നീ മാത്രം മതി. നമുക്ക് സന്തോഷത്തോടെ ഒരു നന്ദിയുടെ ഗാനത്തിൻ്റെ ഇടകൾ ഒന്ന് പാടി നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം.
നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാമേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ആത്മസഖി. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ആത്മസഖി. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, നീ ഒന്ന് മാത്രമേ, ഒന്ന് മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, നീ ഒന്ന് മാത്രമേ. കണ്ണുകളടച്ചാട്ടെ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളിലൂടെ അവസാനിക്കുകയാണ്. ദൈവം തന്ന ഈ നല്ല നിമിഷങ്ങൾക്ക് നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട രണ്ട് സഹോദരങ്ങളുമായി ഒരുമിച്ച് ഈ ഭവനത്തിലായിരിക്കാൻ, ഈ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്ക് ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പുണ്യതമ്പുരാനെ, ഈ സന്ധ്യയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളോടൊപ്പമായിരുന്ന, ഈ ശുശ്രൂഷയിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേക മക്കളുണ്ട്. അവരെല്ലാം ദൈവസന്നദ്ധയിൽ ഞങ്ങൾ ഓർക്കുന്നു. അവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനതമ്പുരാന്റെ വലിയ കരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യാത്രയിലൊക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് സുരക്ഷിതമായി ഇവിടെ ഞങ്ങളെ കൊണ്ടെത്തിച്ച ദൈവത്തെ സ്തോത്രം ചെയ്യുക. തടസ്സങ്ങളൊന്നും കൂടാതെ, പ്രതികൂലങ്ങളൊന്നും കൂടാതെ എന്നീ ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച ദൈവത്തെ സ്തോത്രം ചെയ്യുക. കൂടെയായിരിക്കുന്ന പ്രിയ ജോബിന് വേണ്ടി ദൈവസ്ഥന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടെയായിരിക്കുന്ന ബിനോയെയും ബിനോജിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന താലന്തുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തന മേഖലകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ ഒക്കെയും ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവതമ്പുരാന്റെ വലിയ കൃപ ഈ സ്ഥാപനത്തിൻ്റെ മേൽ, ഈ ഭവനത്തിൻ്റെ മേൽ ആയിരിക്കാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാൾക്ക് നാൾ ഇത് വളരുവാൻ, ഇവിടെ ഇനി ശുശ്രൂഷയ്ക്കായി പ്രോഗ്രാമിനായി സ്റ്റുഡിയോയിൽ ഈ ഭവനത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെല്ലാം അവിടുന്ന് മാറ്റപ്പെടുത്തണമേ. തിരിച്ചുള്ള യാത്രയിൽ അവിടുന്ന് കൊണ്ടിരിക്കണമേ. കരത്താ ഞങ്ങളെ മറയ്ക്കണമേ. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ദൂരദേശങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അജമാനായിരിക്കുന്ന അലക്സാണ്ടറിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. യാത്രയ്ക്കായി ഒരുങ്ങുന്ന എബിയെയും കുടുംബത്തെയൊക്കെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭവനത്തിലായിരിക്കുന്ന ഐസക്കിനെ കുടുംബത്തെയൊക്കെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ നയിച്ചു കൊണ്ടിരിക്കുന്ന അടിയന്റെ മാതാവിനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അവിടെ നീ ഏറ്റെടുക്കണം, അനുഗ്രഹിക്കണമേ. രക്തത്താൽ അവിടെ ഞങ്ങളെയൊക്കെയും മറച്ചു പിടിക്കണമേ. അവിടുത്തെ കരവലയത്തിൻ്റെ ഉള്ളിൽ സുരക്ഷിതരായിരിക്കാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ. ദൂതന്മാരെയൊക്കെയും അവിടുന്ന് കാവലേർപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി ശുശ്രൂഷയ്ക്കായി അവിടെ ഞങ്ങളെ സഹായിച്ച ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാനെ, ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞങ്ങൾ താഴ്ത്തിയേൽപ്പിക്കുന്നു. മാനവമഹത്വവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു ഗാനം കൂടെ സന്തോഷത്തോടെ ഞങ്ങൾ ചേർന്ന് പാടുകയാണ്. അതിനുശേഷം ഇന്നത്തെ ഈ ശുശ്രൂഷ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും വീണ്ടും ദൈവം അവസരം നൽകി നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷയിലായിരിക്കാൻ തക്കവണ്ണം ഇടയാക്കട്ടെ ദൈവം എന്ന് അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബിനോയോടും ബിനോജിനോടൊപ്പം വീണ്ടും ശുശ്രൂഷയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം അവസരം ഒരുക്കുന്നതിനായിട്ടൊക്കെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളൊക്കെ ഈ വിവരങ്ങളെ സമർപ്പിക്കുന്നു. കണ്ടുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദിയുടെ ഒരു വാക്ക്. ദിവസം നമുക്ക് ഒരു ഗാനം കൊണ്ടൊന്ന് പാടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തുമിടയനവൻ ആരും കാണാതെ കരഞ്ഞിടുമ്പോൾ തോളിലേന്തിത്തൻ തഴുകിടുന്നു. സ്വർഗ്ഗസിയോനിൽ നാഥനെ കാണുവിനാൻ എൻ്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിപ്പും. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാലും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ഭയപ്പെടില്ല, എൻ്റെ കർത്താവൻ കൂടെ വന്നാൽ ഇല്ല താഴുകില്ല, തളരുകില്ല, എന്നും തന്നോട് ചേർന്നു നിന്നാ. യാത്രയിൽ ഞാൻ തളർന്നിടുമ്പോൾ എന്നാത്മധൈര്യം ചോർന്നിടുമ്പോൾ രാത്രി കാലേ നടുങ്ങിടുമ്പോൾ എന്നെ നീയാകെ വിറച്ചിടുമ്പോൾ ശോഭിതമാം തിരുമുഖവൻ ഉള്ളിൽ കണ്ണാലെ കാണുന്നതെൻ ഭാഗ്യം. പാടിടും ഞാൻ സ്തുതി വചനം തന്റെ സിംഹാസനത്തിങ്കൽ രാജനുതൻ. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും.
സ്വർഗവാസി ഞാൻ കരുതി, സ്വർഗ വീട്ടിലെല്ലാം ഒരുക്കി വച്ച് എന്റെ നല്ലേശു കാത്തിരിപ്പോ. ക്രൂശിലേവം സഹിച്ചുവല്ലോ എന്നാചാരം അകറ്റിടുവാൻ, പ്രാണനെന്ന് സമർപ്പിച്ചല്ലോ എന്നാത്മരക്ഷ വഴി തെളിക്കാൻ. തേടുകില്ല ജഡിക സുഖം ഇനി ഞാനല്ല ജീവിപ്പതേശുവത്രേ. പാടിടും ഞാൻ സ്തുതി വചനം തന്റെ സിംഹാസനത്തിങ്കൽ രാജനു ഞാൻ. എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാലും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തുമിടയനവൻ, ആരും കാണാതെ കരഞ്ഞിടുമ്പോൾ തോളിലേന്തി തഴുകിടുന്നു. സ്വർഗസിയോനിൽ നാഥനെ കാണുന്നതിന് എന്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിപ്പു. എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാലും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. താങ്ക് യു.